ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ പുട്ടും അതുപോലെ കടലയും ഒക്കെ ചേർത്ത് അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം. ബാക്കി വന്ന പുട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ഡിന്നറിന് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു അടിപൊളി വിഭവമായിട്ടോ നമുക്കതിനെ മാറ്റാവുന്നതാണ്. പ്രത്യേകിച്ച് മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അതും കൂടെ ചിക്കി പൊരിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് ബാക്കി വന്ന പുട്ടും അതുപോലെ കടല കറി നമ്മൾ തോരനാക്കി എടുത്തേക്കുന്നതാണ്. ഇതും വെച്ച് ഈവനിങ് ടൈമിലോ അതല്ലെങ്കിൽ ഡിന്നറിനോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു സ്നാക്ക് പോലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുട്ടാണ് എടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് കടലക്കറി ഒരു 2-3 ഈ ഒരു സ്പൂൺ കണക്കിന് എടുത്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമുക്കിനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ 5-6 ഇതള് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് കട്ട് ചെയ്ത് വെക്കാനുള്ളത്. ഇത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. നമ്മൾ ഓൾറെഡി കടലക്കറിയിൽ മുളക് പൊടിയും ഉപ്പും സ്പൈസസും എല്ലാം തന്നെ ചേർത്തത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. നമ്മൾ സവോളയും അതുപോലെ കരിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും കരിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ മുട്ടയൊക്കെ കുത്തിപ്പൊരിക്കില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വരട്ടെ. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കടലക്കറിയിലൊക്കെ ഉപ്പുള്ളതാണ്, ആ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആ ഒരു കളറ് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ചിക്കി പൊരിക്കുന്ന പോലെ തന്നെ. നമ്മുടെ മുട്ട നമ്മൾ നല്ലതുപോലെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ട ഒരുപാട് ഡ്രൈ ആയി പോകരുത്. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് കിടക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കടലക്കറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ കടല നമ്മൾ തോരനാക്കിയത് ഇട്ട് കൊടുക്കാം. മുട്ട ചിക്കി പൊരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി പുട്ടിലും അതുപോലെ തോരനാക്കിയ കടലയിലും ഒക്കെ തേങ്ങ ഉള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കടലയുടെ കറി അല്ലെങ്കിൽ തോരൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 3 ടീസ്പൂണാണ്, 3 ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ 3 കയ്യിലെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അളവിൽ നമ്മളിതാ കടല ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇതിലേക്ക് എക്സ്ട്രാ ഗരം മസാല ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ വേണ്ട. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും അതല്ലെങ്കിൽ നമുക്കൊരു ഈവനിങ് ടൈമിലുള്ള വിശപ്പിനും കഴിക്കാവുന്ന അടിപൊളിയായിട്ടുള്ളൊരു സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബാക്കി വന്ന പുട്ടും കടലക്കറിയും അതുപോലെ മുട്ടയൊക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിന്നർ അതല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.